കൃഷിയിൽ നൂറുമേനി കൊയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം ഇനി. തൃശൂർ അരിമ്പൂർ സ്വദേശി ഋതുലാണ് കൃഷിയിൽ ഗാഥ രചിച്ച് മാതൃകയാകുന്നത്. ചാലിശ്ശേരി സ്വദേശികളായ ദേവസിയുടെയും എൽസിയുടെയും മകനായ ഋതുൽ 15-ാം വയസ്സു മുതൽ കൃഷിയിടത്തിൽ സജീവമാണ്. ഡിഗ്രി പഠനത്തിനു ശേഷം പൂർണ്ണമായും കൃഷിക്കായി സമയം വിനിയോഗിച്ച ഋതുൽ പുതുമകൾ പരീക്ഷിച്ചും ചെറിയ ഇടങ്ങളിൽ പോലും മികച്ച രീതിയിൽ കൃഷി ചെയ്തും മികച്ച വരുമാനം നേടുകയാണ്. വീട് സ്ഥിതി ചെയ്യുന്ന 11 സെന്റ് സ്ഥലത്ത് മുഴുവൻ കൃഷിയാണ്. കൂടാതെ 2 ഏക്കർ സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. മഞ്ഞൾ, ഇഞ്ചി, ചെണ്ടുമല്ലി, കറിവേപ്പില, ഡ്രാഗൺ ഫ്രൂട്ട്, കറ്റാർവാഴ, കൂവ, ചേമ്പ് തുടങ്ങി ഒട്ടനവധി ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഇതുകൂടാതെ തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, കോഴി, താറാവ്, പ്രാവ് എന്നിവയുമുണ്ട്. ഒപ്പം 5 പശുക്കളും 5 കിടാവുകളുമുണ്ട്. ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഋതുലിന്റെ കൃഷിരീതി. 1 വർഷം മുൻപ് ഋതുൽ കബോഡിയൻ മുന്തിരിയുടെ ചെടികൾ വാങ്ങി നട്ടിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ പൂവിട്ട ചെടിയിൽ ഇപ്പോൾ മുന്തിരിക്കുലകൾ പഴുത്തു തുടങ്ങി. 35ഓളം കുലകളാണ് പാകമായി കൊണ്ടിരിക്കുന്നത്. ഒരു കുലയിൽ 4 കിലോ വരെ മുന്തിരികൾ ലഭിക്കുന്ന ഇനമാണിത്. ചെറിയ രീതിയിൽ വേറെ പണികൾക്കും നമ്മൾ പോകുന്നുണ്ട്. വീടുള്ള സ്ഥലത്ത് ഒരുവിധം എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്യുന്നുണ്ട്. നാടൻ പച്ചക്കറികൾ തന്നെയാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ 2 ഏക്കർ നെൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ നെല്ല് നമ്മൾ കുത്തി അരിയാക്കിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കമ്പോഡിങ് ഗ്രേപ്സ് ഒരു സ്ഥലത്ത് നിന്ന് പോയി വാങ്ങിച്ച് നമ്മൾ നട്ടുണ്ടായിരുന്നു. 2 ചെടിയാണ് നമ്മൾ നട്ടത്. ഒരു ജൂൺ 6-ാം തീയതി നമ്മൾ വാങ്ങിച്ചു. ഈ കൊല്ലം ജൂൺ 6-ാം തീയതി നമ്മൾക്ക് പൂവിട്ടു. ഇപ്പോൾ അത് ചെറിയ രീതിയിൽ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലിങ്ങനെ മുന്തിരി കൃഷി ചെയ്യാമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ജീവജാലങ്ങളായാലും അത്യാവശ്യം ജീവജാലങ്ങൾ നമുക്ക് വീട്ടിലുണ്ട്. മുന്തിരി കൃഷി വിജയിച്ചതോടെ കൂടുതൽ ഭാഗത്ത് കൃഷി വ്യാപിപ്പിക്കാനാണ് ഋതുലിന്റെ പദ്ധതി. നിരവധി പേരാണ് ഋതുലിന്റെ കൃഷിത്തോട്ടം സന്ദർശിക്കാൻ എത്തുന്നത്. പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ, മികച്ച ജൈവ കർഷകൻ, കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പുരസ്കാരങ്ങൾ തുടങ്ങി ഒട്ടനവധി അവാർഡുകൾ ഋതുലിനെ തേടിയെത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.